ഹായ് ഫ്രണ്ട്സ്, ഷിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈന്തപ്പഴം അച്ചാറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായി ഷിനൂസ് വേൾഡിൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതിനായി നമുക്കൊരു കടായി ആവശ്യമായിട്ടുണ്ട്. അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂണ് ഉലുവയും 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്കത് പൊടിച്ചെടുക്കണം. കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരട്ടെ. അതിന് ശേഷം നമുക്ക് 4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അത് ഇട്ട് നന്നായി ഇളക്കി ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ മിക്സിൻ്റെ ജാറിൽ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂണും മുളക് പൊടിയും 1.5 സ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് നന്നായി ഒന്ന് പൊടിച്ചിട്ട് വരാം. അത് പൊടിച്ച് വന്ന് അതിന് ശേഷം ഞാൻ 4 സ്പൂണ് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയിൽ അച്ചാറുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി മൂത്ത ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 3 കുടം വെളുത്തുള്ളി ഉണ്ട്. അതിന് ശേഷം ഇതുപോലെ കുറച്ച് ചീനിമുളക് ആവശ്യം, പച്ചമുളക് അരിഞ്ഞിടുക. എനിക്കിവിടെ നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടിയതാണ് ചീനിമുളക്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. രണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്രഷ് കറിവേപ്പിലയാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് ഒരു 6 ഈത്തപ്പഴം ഞാൻ 4ആക്കി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. അതൊക്കെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ, മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്, ആ പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആ പൊടി 1 കപ്പ് ഉണ്ട്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ടെല്ലാം നന്നായി ഇളക്കി കൊടുത്ത് ഇനി ഇതിൽ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കണ്ടോ, അത് ഇട്ട് കൊടുത്ത് ഒരു 4 സ്പൂണ് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ലേശം മറ്റേ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് ഞാൻ പിന്നെ 1 സ്പൂണ് കായവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കായം ഇട്ടിട്ട് നന്നായി ഇളക്കി നമുക്ക് ഇന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്വാദാണിത്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ അളവൊക്കെ നോക്കാം. ഇതുപോലെ ഒരു ഈന്തപ്പഴ അച്ചാർ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.